പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ദൈവിക വചനങ്ങളാണ് അവ. അതിൽ അള്ളാഹുവിൻ്റെ വചനമല്ലാതെ ഒന്നുമില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മാർഗദർശനം വാഗ്ദാനം ചെയ്ത് ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് നിയോഗിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ ഒരു സംവിധാനമുണ്ടാക്കി. അതാണ് പ്രവാചകന്മാരെ അയക്കുക എന്നത്. അതിൽ അവസാനത്തെ പ്രവാചകനാണ്, ഖാത്തമുൻ നബിയ്യീനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം എല്ലാം ഉറച്ച് വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ദിവ്യബോധനം നിലച്ചു. അതുവരെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്ക് അവർ ജീവിച്ചിരുന്ന സാഹചര്യമനുസരിച്ച് ലഭിച്ചിരുന്ന ദിവ്യബോധനം മുഴുവൻ ലോകത്തിനുമായി ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പറയൂ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നിയോഗിച്ചു. തിരുമേനി തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുമ്പിലുണ്ടായിരുന്ന മുഴുവൻ അനുചരന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചു. ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നവരെല്ലാം ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. ആ ദൗത്യ പൂർത്തീകരണം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഉമ്മത്തിന് നൽകി എന്നത് മാത്രമല്ല, വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് അവതീർണമായത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് ഈ ദിവ്യബോധനം നിനക്ക് നാം ഇറക്കി തന്നത് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു പോസ്റ്റ്മാൻ ആയിരുന്നില്ല. പോസ്റ്റ്മാൻ സന്ദേശം ഇവിടെ നിന്ന് വാങ്ങുന്നു, അവിടെ കൊടുക്കുന്നു, ഇടയിൽ ഒന്നും അറിയുന്നില്ല, അതിനകത്തുള്ളത് എന്താണ് എന്നും അറിയില്ല. അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുക്കാനാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്തിൽ? തിരുമേനിയുടെ ജീവിതത്തിൽ. ആ ജീവിതത്തിലൂടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനെയായിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, തിരുമേനിയുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പകർപ്പായിരുന്നു. അതിനാൽ ഒരു ഖുർആൻ പണ്ഡിതനിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് ഈ അന്ത്യ സന്ദേശം മുഴുവൻ ലോകത്തിൻ്റെ മുമ്പിലും അതിൻ്റെ എല്ലാ ശോഭയോടും കൂടി അവതരിപ്പിച്ച് എങ്ങനെയാണ് ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസ്വത്തുൻ ഹസന ലോകം ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതനെയാണ്. കാലാതിവർത്തിയായ ഖുർആൻ ഏതെല്ലാം കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നു, മനുഷ്യരാശിക്ക് എവിടെയെല്ലാം മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ കൽപ്പുറ്റ ഒരു പണ്ഡിതനെയാണ്. ലോകത്ത് അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന, തെറ്റായ വഴിയിൽ പോകുന്ന ആളുകളെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഖുർആൻ പണ്ഡിതൻ്റെ ദൗത്യം. അത്
സ്വന്തം ജീവിതം മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ജീവിതത്തെ മാറ്റിക്കൊണ്ട് പ്രസംഗത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയുമല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിലൂടെ ഖുർആനിൻ്റെ ചലിക്കുന്ന പതിപ്പുകളാകുന്ന പണ്ഡിതന്മാരാണ് ഖുർആൻ പണ്ഡിതന്മാർ. നിങ്ങൾ ഓർക്കൂ, ഖുർആനിന് തഫ്സീർ എഴുതിയ ഒരുപാട് പ്രഗത്ഭരുണ്ട്. അവരുടെ ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ അവരാ ഖുർആനിലെ ഒരായത്തിന് വിശദീകരണം നൽകുമ്പോൾ ആ ആയത്ത് തങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടാണ് അത് ചെയ്തിരുന്നത്. അത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത ഒന്നാണ് ഖുർആനിൻ്റെ നേരെയുള്ള സമീപനം. ആ സമീപനം പണ്ഡിതന്മാരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ജന്മനാ പിറന്ന സമൂഹത്തിൽ നിന്ന് ലഭിച്ച ആളുകളല്ലാതെ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ അവർ പരിശുദ്ധ ഖുർആൻ കയ്യിൽ കിട്ടിയപ്പോൾ ആർത്തിയോടെ അഗാധമായി പഠിക്കുകയും എന്നിട്ട് അതിന് വിശദീകരണം നൽകിക്കൊണ്ട് ലോകജനങ്ങളെ ഇതെന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ലോക ചരിത്രത്തിലുള്ളത്. മുഹമ്മദ് പിക്താൾ എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കിയ ഖുർആനാണ് സത്യമെന്ന് ഗ്രഹിച്ചപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയാൽ പോരാ, മറ്റുള്ളവരും മനസ്സിലാക്കണം. അദ്ദേഹം ഇംഗ്ലീഷിൽ ഖുർആൻ വിശദീകരിച്ചു. മുഹമ്മദ് അസദ് ഖുർആൻ സ്വന്തം ജീവിതമാക്കിയതിന് ശേഷം അദ്ദേഹം മക്കയിലേക്കുള്ള പാത എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും നല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ മാസ്റ്റർ പീസ്, ലോകത്തെ ഏറ്റവും നല്ല ഒരു ഇസ്ലാമിൻ്റെ വർണ്ണന ആ പുസ്തകത്തിലൂടെ അദ്ദേഹം സാധിച്ചു. എന്തിനു വേണ്ടി? ഖുർആനിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി. ഇതിന് പകരം ഖുർആൻ പഠിച്ച ഒരു പണ്ഡിതൻ അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന പൂർവവേദങ്ങളിൽ നിന്ന് തിരുത്തും മാറ്റലും കൃത്രിമത്വവും എല്ലാം ചെയ്തു വെച്ച ആ വേദഗ്രന്ഥമാണ് സത്യം എന്ന് ഒരു ഖുർആൻ പണ്ഡിതൻ പറയുമ്പോൾ അത് വളരെയേറെ അപകടകരമാണ്. ആ പറച്ചിലിൽ സത്യസന്ധതയില്ല. ഒന്നുകിൽ അദ്ദേഹം ഖുർആൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അത് സത്യമല്ല എന്ന്. പിന്നെ അത് സത്യമാണ് എന്ന് സർവമത സത്യവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെ ഒരു അനുയായി പറയാൻ പാടില്ലല്ലോ. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബയ്യിന വരെ പരിശുദ്ധ ഖുർആനിൽ 60-ലേറെ തവണ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരിൽ നിഷേധികളായ ആളുകൾ വഴിപിഴച്ചു പോയി ശിക്ഷാർഹരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ നാം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പറയുന്നത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അത് മൻ യുതിഇല്ലാഹ വർ റസൂൽ എന്നാണെന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചു. പിന്നെയോ ഗൈറിൽ മഗ്ലൂബി അലൈഹിം. ഈ മഗ്ലൂബ് അലൈഹിം എന്ന വിശേഷണം എന്തുകൊണ്ടാണ് ജൂതന്മാർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതരായത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ ധാരാളമായി പരാമർശിച്ചിട്ടുള്ളതാണ്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴിതെറ്റിപ്പോയവർ. ഇത് പൂർവവേദക്കാരായ 2 വിഭാഗമാണ്. അതുകൊണ്ട് അവരുടെ വഴിയിലൂടെയല്ല, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലൂടെയാണ് ഞങ്ങളെ നയിക്കേണ്ടത് എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സത്യവിശ്വാസി. പിന്നെ അത് സത്യമാണെന്ന് പറയൽ എങ്ങനെയാണ്? അത്യാവശ്യം നമുക്കൊക്കെ ഉള്ളൊരു ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ
ആ വഴിക്ക് പോകരുത്, അങ്ങോട്ട് നയിക്കരുത് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതൊക്കെ സത്യമാണ് എന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് പറയുകയും ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ? സൂറത്തുൽ ബഖറയിൽ ഫലാഹ്, വിജയം ആർക്കാണെന്നാ പറഞ്ഞത്? വല്ലദീന യുഅ്മിനൂൻ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. മുമ്പുള്ളതിൽ വിശ്വസിച്ചത് മാത്രമല്ല, ഉൻസില ഇലൈക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിനക്ക് അവതീർണമായതിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രമേ സൽപന്ഥാവിലാവുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ. അവരാണ് വിജയികൾ എന്ന വിശേഷണം അവർക്കേ ചേരുകയുള്ളൂ. ഇത് അവസാനമായി ഷർറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ചീത്ത, നികൃഷ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹ ഉലൈക ഹും ഷർറുൽ ബരിയ. അഹ്ലു കിതാബിൽ നിഷേധികളായവർ നരകാവകാശികളാണ്. അവരാണ് അതിൽ എന്നുമെന്നും പാർക്കുന്നവർ. ആ വിഭാഗമാണ് സൃഷ്ടികളിലേറ്റവും ചീത്ത. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഇങ്ങനെ പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ആളുകൾക്ക് സംശയം ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നില്ല. പിന്നീട് ആ സംശയം ദൂരീകരിക്കാൻ കഴിയാതിരിക്കുന്ന എന്താണെന്ന് ആകുന്നില്ല. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിഅ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി ലാ ഇലാഹ ഇല്ലാഹു യുഹ്യി വ യുമീൻ ഫആമിനൂ ബില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക. ഫആമിനൂ ബില്ലാഹ് വർ റസൂലിൻ നബിയിൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ, ദൈവദൂതൻ, ആ ദൈവദൂതനിലും നിങ്ങൾ വിശ്വസിക്കുക. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി, അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന. ഫആമിനൂ ബിഹി വത്തബിഊഹു, വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ആ പ്രവാചകനെ പിന്തുടരുകയും ചെയ്യുക. ലഅല്ലക്കും തഹ്തദൂൻ, അപ്പോഴാണ് നിങ്ങൾ സന്മാർഗം പ്രാപിക്കുക. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരാൾ സ്വർഗം എനിക്ക് വേണ്ട, ഈ സ്വർഗം ഞാൻ വിചാരിച്ച ആളുകൾക്കൊന്നും കൊടുക്കുന്നില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട. മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്തിൽ പോകുന്നു എന്ന് മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു വ്യക്തിയുടെ വലിയ ദുഃഖമാണ്. ഈ സ്വർഗം നരകം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് മുസ്ലിമീങ്ങളും അല്ലാത്തവരും കൂടിച്ചേർന്ന് ഉണ്ടാക്കി വെച്ച ഒരു സാധനമാണെന്നും അത് ഓഹരി വെക്കാൻ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും തോന്നും ഈ ചർച്ച കേട്ടാൽ. സ്വർഗം സൃഷ്ടിച്ച അള്ളാഹു ആർക്കാണ് ഞാൻ സ്വർഗം നൽകുക എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. നരകം സൃഷ്ടിച്ച തമ്പുരാൻ ആ നരകത്തിൽ ആരൊക്കെയാണ് ചെന്ന് ചാടുക എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ തുടരുകയും നരകാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും വേണം എന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അതിന് മുസ്ലിമീങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. അത് വളരെ മോശമാണ്. ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് പണ്ട് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പറഞ്ഞ ചിലരൊക്കെ ഈ സ്റ്റേജിൽ മൈക്ക് കെട്ടി പറയുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്നു. സ്വർഗം ഞാനും നിങ്ങളും ഓഹരി വെക്കുന്നതാണോ? അങ്ങനെ ഓഹരി വെക്കാൻ പറ്റുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനോരഥമല്ല, അഹ്ലു കിതാബിൻ്റെ മനോരഥവുമല്ല. ആരാണോ സുകൃതം ചെയ്യണത് അവർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സ്വർഗവും.
അത് മുസ്ലിം തറവാട്ടിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടുമെന്ന വിശ്വാസം തിരുത്തുകയാണ്. സ്വർഗത്തിൽ ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന് കാരണമുണ്ട്. നഹ്നു അഹിബ്ബാഉല്ലാഹ് വ അബ്നാഉഹു, ഞങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അള്ളാഹുവിൻ്റെ മക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമാണ് സ്വർഗം. അങ്ങനെയല്ല, സുകൃതം ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗം, പാപികൾക്ക് നരകം. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണെങ്കിൽ എല്ലാവർക്കും സ്വർഗം കിട്ടണം എന്ന നല്ല ആഗ്രഹം വളരെ നമുക്കൊക്കെ തോന്നാം. എല്ലാ ആളുകളും സ്വർഗത്തിൽ പോവുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് ശരി. പക്ഷേ ആ സ്വർഗം നമ്മൾ ഉണ്ടാക്കിയതല്ലാത്തത് കൊണ്ട് നമുക്കത് വാങ്ങിക്കൊടുക്കാൻ വകുപ്പൊന്നുമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് ആർക്ക് സ്വർഗം കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഈ മോക്ഷത്തെക്കുറിച്ചുള്ള വളരെ വികലമായൊരു സിദ്ധാന്തം അത് നൽകേണ്ടത് അള്ളാഹുവാണ് ഒരാൾക്ക് മോക്ഷം നൽകേണ്ടത് എന്ന വിശ്വാസത്തിൽ നാം എന്ന് വെള്ളം ചേർക്കുന്നുവോ അതോടുകൂടി വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ടു. ഇതെല്ലാം പൂർണ്ണമായും അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ നേരത്തെ അവതരിച്ച ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വേദഗ്രന്ഥവും അവതരിപ്പിക്കേണ്ട കാര്യം എന്താണ്? അത് സത്യമായി നിലനിൽക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രത്യേക വിശേഷണം നൽകിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. വഅൻസൽനാ ഇലൈക്കൽ കിതാബ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി. മുമ്പുള്ള വേദങ്ങളെയെല്ലാം ശരിവെക്കുകയും ആ വേദങ്ങളുടെ സംരക്ഷണവും ഭദ്രതയും ഉറപ്പുവരുത്തുന്ന മുഹൈമിനാവുകയും ചെയ്ത കിതാബാണ് ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എവിടെയെല്ലാം അബദ്ധങ്ങൾ ചേർത്ത് വിട്ടിട്ടുണ്ടോ അതെല്ലാം ഖുർആൻ തിരുത്തുന്നു. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ കൃത്രിമങ്ങളും മാറ്റി സത്യസന്ധമായ ചരിത്രം ഖുർആനിലൂടെ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ മുൻ വേദങ്ങളിൽ വന്ന തിരുത്തലുകളും അബദ്ധങ്ങളും മാറ്റി സത്യസന്ധമായി എന്താണ് അതിൽ വന്നത് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനെ മുഹൈമിനൻ അലൈഹി എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെ ലളിതമായി പറഞ്ഞാൽ 3 കാര്യങ്ങൾ. സർവവേദ സത്യവാദം എന്നത് ഓരോ വേദവും അവതരിച്ച കാലത്ത് സത്യമായിരുന്നു എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിന് ശേഷം മറ്റൊരു വേദവും അതിന് മീതെ സ്വീകരിക്കാൻ പറ്റുന്നതായില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് വന്നതിന് ശേഷം മുൻപുള്ള എല്ലാ ശരീഅത്തുകളും റദ്ദാക്കിയിരിക്കുന്നു. 3-ാമത്തെ കാര്യം, മോക്ഷം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുക എന്നാണ് അതിനർത്ഥം. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതുപോലെ നാം ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർദ്ദേശിച്ച പോലെ ജീവിച്ച് അവൻ്റെ സമ്മാനമായ സ്വർഗം നേടാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.